അതെന്നും ഒരു കുടുംബമാണ്. സ്നേഹിക്കാനും കരുതാനും ഒരുപാട് സ്വന്തക്കാരുള്ള മനോഹരമായ കുടുംബം. ജാതിമത ഭേദമന്യേ സ്വന്തം മക്കളെ ചേർത്ത് നിർത്തുന്ന രാജ്യത്തെ ഏറ്റവും നിലവാരമുള്ള എൻട്രൻസ് പരിശീലന കേന്ദ്രം. ജൂൺ 15 ഒരുപാട് പ്രതീക്ഷയോടെ കടന്നു വന്ന ഈ മക്കൾ നാളെ ജീവിതത്തിൽ വിജയം കൈവരിക്കുമെന്നത് ഉറപ്പാണ്. കടന്നു വന്ന ആദ്യ ദിനങ്ങൾ ഓർക്കുന്നുണ്ടോ? ലക്ഷ്യത്തെ ചേർത്ത് പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഓറിയന്റേഷൻ ക്ലാസ്സൊക്കെ കൂടി ആദ്യമായി ഹോസ്റ്റൽ ജീവിതത്തിലേക്ക് മടങ്ങിയ ദിനങ്ങൾ. അറിവിൻ്റെ ലോകത്തെ പരിചയപ്പെടുത്തിയ പ്രൊഫസർമാരുമൊത്തുള്ള മനോഹരമായ ദിവസങ്ങൾ. സ്വന്തം ക്ലാസ് ടീച്ചർ, ഹോസ്റ്റൽ, വിവിധ ജില്ലകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുമായുള്ള സൗഹൃദങ്ങൾ, ഓണം, ക്രിസ്മസ്, ഫെയർവെൽ, നിങ്ങളെ ഒരുപാട് കോൺഫിഡൻ്റ് ആക്കിയ ഡയറക്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ്, അങ്ങനെ തുടങ്ങി ബ്രില്യൻറ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങളും നിങ്ങളുടെ അതേ പ്രതീക്ഷയിലൂടെ തന്നെയാണ് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. ഇന്ന് ഞങ്ങളുടെ മക്കളെല്ലാം ആത്മവിശ്വാസത്തിലാണ് എന്നറിയുന്നതിൽ പരം എന്ത് സന്തോഷമാണ് ഈ കുടുംബത്തിനുണ്ടാവുന്നത്. അപ്പോൾ വിഷ്ണു ഏറെ സന്തോഷത്തോടുകൂടി എന്നാൽ കുറച്ച് സങ്കടത്തോടു കൂടിയിട്ടൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. നാളെ അവർ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവിടുന്ന് യാത്രയാവുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ്. അതാ ഇവരുടെ എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാം, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഏറെ അഭിമാനത്തോടു കൂടി ഒരു അച്ഛനും ഇവിടെ നിൽപ്പുണ്ട്. എൻ്റെ മകളെ ഒത്തിരി നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ സന്തോഷത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഇവരെ കാണുന്ന ഇവരെല്ലാം ഒരുമിച്ച് നിർത്തി ഈ ഒരു ഫാദർ ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല പുഞ്ചിരിച്ച് സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. ആ ഒരു സന്തോഷം എന്തൊക്കെയാണെന്ന് നമ്മളോട് പറയാനുള്ളതെന്നൊക്കെ നമുക്കൊന്ന് ചോദിക്കണ്ടേ അല്ലേ? അവസാനത്തെ പേര്? എൻ്റെ പേര് സുഷീർ എന്നാണ്. എവിടുന്നാണ് വരുന്നത്? ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഈ മോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇന്ന് ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ അനുഭവങ്ങൾ മോള് വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും പറയാറുണ്ട്. നമ്മളും ഈ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, സ്കൂളിൽ പോകാറുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്തെടുത്ത് പോകുന്ന കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്ന് റിവ്യൂ എടുക്കാറുണ്ട്. അപ്പോൾ എക്സാമിന് ഇനി ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ മോൾ എല്ലാ തരത്തിലുള്ള പ്രിപ്പറേഷനിലും ആണ്. അപ്പോൾ അതെല്ലാം ആ കാര്യങ്ങളെക്കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാം പ്രിപ്പയർഡ് ആണ്. പിന്നെ ബാക്കി ദൈവത്തിൻ്റെ വേല, അത്രയേ ഉള്ളൂ. എന്ത് തോന്നുന്നു മോളെ? ഒരു വർഷത്തെ ഒരു ജീവിതമായിരുന്നല്ലോ ബ്രില്യൻ ഫാമിലിയിൽ. അപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് ഇനി പോവുകയാണ്. അപ്പോൾ എന്താണ് മോൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം അവസാനത്തെ 2 എക്സാം ആയാലും ഒരു നീറ്റ് പാറ്റേണിലാണ് ഇടുന്നതെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മാർക്കും കയറിയിട്ടുണ്ട്. അപ്പം ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇത്തവണ കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. മോളുടെ എക്സാം എവിടെയാണ്? സെൻറ്റർ എവിടെ? എൻ്റെത് ഞാൻ വീട്ടിൽ പോകുന്നില്ല, കോട്ടയത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. കോട്ടയത്ത് തന്നെയാണ്, ബ്രില്യൻറ്റിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ട് ഇവരിന്ന് ഇവിടുന്ന് യാത്രയാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സൗഹൃദമുണ്ട് അല്ലേ? പഠനത്തേക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത നല്ല നല്ല സൗഹൃദങ്ങളുണ്ട്, നല്ല ടീച്ചേഴ്സ് ഉണ്ട്, നല്ല പ്രൊഫസേഴ്സ് ഉണ്ട്. അത് ബ്രില്യൻറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു വർഷക്കാലം ഒരുപാട് മെമ്മറീസ് ഉണ്ട് നിങ്ങൾക്ക്. ആൻഡ് ഫൈനലി നിങ്ങളുടെ ലക്ഷ്യത്തിനായിട്ട് നാളെ ചുവടുവെക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ബ്രില്യൻ ഫാമിലിയോട് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം വന്നപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും, ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതും ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതും. ഹോസ്റ്റൽ ജീവിതമാണെങ്കിലും ഇവിടെയുള്ള എക്സ്പീരിയൻസസ് ആണെങ്കിലും ഒട്ടും ഫ്രീഡം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഫുൾ ടൈം പഠിത്തമൊക്കെ ആയിരിക്കും. പക്ഷേ ആനുവൽ ഡേ ആണെങ്കിലും എല്ലാം പുതിയ എക്സ്പീരിയൻസസ് ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. എല്ലാം കൊണ്ടും വളരെ സന്തോഷമുണ്ട്. ബ്രില്യൻറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു വർഷക്കാലം നല്ല ഓർമ്മകൾ, ഒരുപാട് ഓർമ്മകളുണ്ട്. പെട്ടെന്ന് ഓർക്കുമ്പോൾ മോളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ട്? ഫ്രണ്ട്സിനെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഹോസ്റ്റലിൽ കുറേ മെമ്മറീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇനി വേറെ സ്ഥലത്ത് പോകുമ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ക്യാമ്പസ് ആയിരിക്കും ഏറ്റവും മിസ് ചെയ്ത ഇവിടെ കിട്ടിയ ഒരു വൈബ് ഭയങ്കര രസമായിരുന്നു. ബ്രേക്ക് ടൈംസ് ആണെങ്കിലും ക്ലാസ് ടൈംസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സോ അതായിരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഇവിടുത്തെ ക്ലാസ്സസും ഈ ഫ്രണ്ട്സും, ഫ്രണ്ട്സിനെയും പിന്നെ ബ്രില്യൻറ്റ് മൊത്തത്തിൽ നന്നായിട്ട് മിസ് ചെയ്യും. ഞാൻ ഫുള്ള് ക്യാമ്പസും എന്തായാലും മിസ് ചെയ്യും. പിന്നെ പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ് ഒക്കെ അടിപൊളി. പിന്നെ ജോർജ് സാറിൻ്റെ മോട്ടിവേഷൻ അത് അടിപൊളിയാണ്. ഇപ്പോൾ നിങ്ങൾ പോകുന്ന മുമ്പ് നമ്മളെല്ലാവരും കണ്ട് ജോർജ് സാറിൻ്റെ അടുത്ത് വന്ന എല്ലാ വിദ്യാർത്ഥികളും ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ജോർജ് സാർ എല്ലാവരും ബ്ലെസ് ഒക്കെ ചെയ്ത് എല്ലാവരും ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് അല്ലേ?
ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇവിടെ വന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു കോൺഫിഡൻസ് ലെവലുണ്ട്. മോൾക്ക് അതിനെക്കുറിച്ച് എന്താ പറയുക? ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ പഠിച്ചു വന്ന 11th ഒന്നും ബേസ് ഇല്ല, ഒന്നും ഇല്ലാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും ഭയങ്കര പഠിപ്പ്, ഭയങ്കര നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ജോർജ് സർ, കോർഡിനേറ്റേഴ്സ് എല്ലാവരും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യും. സാരമില്ല, കയറി വരും എന്ന് പറഞ്ഞ് ഇപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ട്, കിട്ടും നല്ല ഉറപ്പ് തന്നെ ഉണ്ട്. അങ്ങനെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ബ്രില്യൻറ്റിന്. എനിക്ക് ഇവിടെ ബ്രില്യൻറ്റിൽ മൊത്തത്തിലെല്ലാം ഇഷ്ടപ്പെട്ടു. അവിടെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് വന്ന ഫ്രണ്ട്ഷിപ്പാണ്. ഇത്രയും വേഗം ബോണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ട്. പിന്നെ ബ്രില്യൻറ്റിൽ വന്നിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആയിരിക്കും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര കമ്പനി. അപ്പോൾ അത് എന്തായാലും മിസ് ചെയ്യും. അത് പഠിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഫ്രണ്ട്സ് എല്ലാവരും പഠിത്തത്തിൽ ഹെൽപ്പ് ചെയ്തു. എനിക്കും ഫ്രണ്ട്സിനെ മിസ് ചെയ്യും. ടീച്ചേഴ്സ്, ജോർജ് സാറിൻ്റെ മോട്ടിവേഷൻ. ഞാൻ എക്സാം തുടങ്ങുമ്പോഴൊക്കെ ഞാൻ ഇന്ന് എന്തായിരിക്കും മാർക്ക് ഓർത്ത് ഞാനിങ്ങനെ ആ ഒരു മുൻവിധിയോടെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ജോർജ് സാറിൻ്റെ 15 മിനിറ്റുള്ളൊരു മോട്ടിവേഷൻ ഉണ്ട്. നിങ്ങൾ പഠിച്ചേ, നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു അതിവിടെ എവിടെ പോയാലും അങ്ങനെ ഒരു മോട്ടിവേഷൻ നമുക്ക് യൂട്യൂബിൽ നോക്കിയാലൊന്നും കിട്ടില്ല. അതിവിടെ കിട്ടും. നിലാവ് പോലെ ഉയിരിലലിയാം കിനാവ് പോലെ മണിമുത്തങ്ങൾ നെഞ്ചോരമേകുന്ന താരങ്ങളായി വാനിൽ പല ജന്മങ്ങളൊന്നായി മാറുന്ന നേരങ്ങളായി സദാ. ജസ്റ്റി സാറും നമ്മുടെ കുട്ടികളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സാറിനോട് ചോദിക്കാം, സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇവരോടൊപ്പമുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് ചോദിക്കാം. സാറേ, എൻ്റെ മക്കളെ പോലെയാണ് ഈ പിള്ളേരെല്ലാം ഞങ്ങൾക്ക് കാണുമ്പോൾ മുമ്പിൽ. അത്രയും സ്നേഹത്തോടെ ഞങ്ങൾ ഇവരെ നോക്കിയത്, ഒരു വർഷം പരിപാലിച്ചത്. അപ്പോൾ വാക്കുകൾ മുറിഞ്ഞു പോകും സംസാരിക്കുമ്പോൾ. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ജീവിത വിജയാശംസകളും നേരുകയാണ്. കാരണം ഞങ്ങൾ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിലൊന്നുമല്ല, എല്ലാ പിള്ളേരെയും ഒരുപോലെ നമ്മൾ കണ്ട് സ്നേഹിച്ചു. അവർക്കെല്ലാം ഞങ്ങൾക്ക് ആ സ്നേഹം തിരിച്ചു തരുന്നുണ്ട്. ഓരോ കുട്ടികളും ഇവിടുന്ന് പോകുമ്പോൾ വന്ന് കണ്ട് സംസാരിക്കും. അത് മുൻപൊന്നും ഇല്ലാത്ത ഒരു രീതിയിൽ വളരെയധികം കുട്ടികൾ ഞങ്ങളോടൊന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ബ്രില്യൻറ്റിലെ അധ്യാപകരുടെ ജീവിതം ധന്യമാകുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ. കുട്ടികളുടെ മനസ്സിൽ ബ്രില്യൻറ്റ് ഫാമിലിയിലെ, അതായത് നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്നൊരു സെക്യൂരിറ്റി സ്റ്റാഫ് മുതൽ ഡയറക്ടർ വരെയുള്ള എല്ലാവരെയും അവർ എന്നും മനസ്സിൽ കാണും എന്നും നമുക്ക് ഉറപ്പുണ്ട്. അതിന് എല്ലാവിധ വിജയാശംസകൾ ഇവർക്ക് നൽകുകയും ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് വരെത്തട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ സാറേ, ഇവർ പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ ചെറിയ ടെൻഷനൊക്കെ വരുമ്പോൾ സാറിൻ്റെ അടുത്ത് വന്ന് സാറിനോട് സംസാരിക്കാറുണ്ട്, സാറ് പറയുന്നവർ കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ എന്താ സാറിന് പറയാനുള്ളത്? ബ്രില്യൻറ്റ് വരുന്ന കുട്ടികളാരും വലിയ ടെൻഷന് വരുന്നില്ല. ഒരു ചെറിയ ടെൻഷനൊക്കെ ആയിട്ട് വന്നാൽ തന്നെ ഞങ്ങൾ പറയുന്ന ടെൻഷൻ ഈസ് ഓൾവേസ് എ പുള്ളിങ് ഫോഴ്സ് എന്നാണ്. അപ്പോൾ ചെറിയ ടെൻഷൻ വേണം, ആ ടെൻഷൻ ഓവറാകേണ്ട ആവശ്യമില്ല. ആ കൃത്യമായിട്ടുള്ള റെമഡി ഉണ്ട്. ഓരോ ക്ലാസ് ടീച്ചേഴ്സ് അല്ലെ കോർഡിനേറ്റേഴ്സ് ഇവരെല്ലാവരും കുട്ടികളോട് സംസാരിച്ച് കഴിയുമ്പോൾ തീരാനുള്ള പ്രശ്നമുള്ളൂ. ഞങ്ങൾ സംസാരിച്ച കേസൊക്കെ ഇവർക്കൊക്കെ അറിയാം. അപ്പോൾ ഒത്തിരി പേര് ഞങ്ങളോടൊന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു 2 ലക്ഷത്തിലധികം കുട്ടികൾ ഞങ്ങൾ വന്ന കാലഘട്ടം തൊട്ട് കടന്നു പോയിട്ടുണ്ട്, മെഡിക്കലും എഞ്ചിനീയറിംഗും എല്ലാം ആയിട്ട്. അത്രയും കുട്ടികളോട് സംസാരിച്ച് കിട്ടിയ എക്സ്പീരിയൻസ്, പിന്നെ ഡയറക്ടേഴ്സിൻ്റെ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് 18 വർഷമായെങ്കിൽ ഈ കുട്ടികൾക്ക് 1 വയസ്സുള്ളപ്പം ആ സമയത്ത് ഞങ്ങൾ എൻട്രൻസിൻ്റെ ജീവിതം എക്സ്പീരിയൻസ് തുടങ്ങിയെങ്കിൽ, അപ്പോൾ ഇവരുടെ 1 വയസ്സുള്ളപ്പം ഞങ്ങൾക്ക് ഉള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് 1 വയസ്സുള്ളപ്പോൾ സ്ഥാപനം തുടങ്ങിയ 4 ഡയറക്ടേഴ്സായി നടത്തുന്നത്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കയ്യിൽ ഞാനൊരു ശിശുവായിട്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ 40 എടുക്കുമ്പോൾ 40 വർഷത്തെ എക്സ്പീരിയൻസ് ബ്രില്യൻറ്റിനുണ്ടെങ്കിൽ, അപ്പം അതിൻ്റെ ആ ഗൈഡൻസ്, ആ നാളിതുവരെ അവരുടെ കൂടെ കടന്നുപോയ അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ ആ എക്സ്പീരിയൻസ് എല്ലാം കൂടി ആയിട്ടാണ് ഞങ്ങളോട് അവർ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ, ഈ നമുക്ക് മുമ്പ് നിന്ന ആളുകളുടെ എല്ലാവരുടെയും കൂടെ ഒരു ഔട്ട്പുട്ടാണ് ഇന്ന് കാണുന്ന ബ്രില്യൻറ്റ്. ആ ബ്രില്യൻറ്റിന് എല്ലാം ഓരോ കുട്ടി ഒരു സംശയം ചോദിച്ചാൽ അതെങ്ങനെ പഠിക്കണമെന്ന് പറയാൻ അറിയാം. ഒരു പേരൻ്റ് ഒരു സംശയം ചോദിച്ചാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നറിയാം. കാരണം അത് ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ള കുട്ടികളും നമ്മളോട് ചോദിക്കുന്നതും പേരൻസ് ചോദിക്കുന്നതും. അതുകൊണ്ട് അതിനെല്ലാം വ്യക്തമായ മറുപടിയും നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹായ്, എൻ്റെ പേര് നന്ദന എന്നാണ്. ഞാൻ ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലിലാണ്. അപ്പം ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1 വർഷമായി. വരുന്ന സമയത്തുള്ള ഞാനും ഇപ്പോൾ ഉള്ള ഞാനും തമ്മിൽ കുറേ ഡിഫറൻസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇത്രയും എനിക്ക് സപ്പോർട്ടായി നിന്ന ഒരു ബ്രില്യൻറ്റ് ഫാമിലി, അവരോട് ഇത്ര നന്ദി പറഞ്ഞാലും ഒരിക്കലും മതിയാവില്ല. ജോർജ് ആണെങ്കിൽ പോലും ഓരോ ദിവസമുള്ള സാറിൻ്റെ മോട്ടിവേഷൻ തന്നെയാണ് ഞങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ ആണെങ്കിൽ ഞങ്ങളുടെ ജസ്റ്റി സാർ എന്നെ എത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഒരിക്കലും പറഞ്ഞാൽ അത് മതിയാവില്ല. കാരണം
സാറ് റെഫറൻസ് ആണെങ്കിലും സാറിൻ്റെ അടുത്ത് സാർ ഓരോ ദിവസവും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു എങ്ങനെ പഠിക്കണം, ഇനി എൻ്റെ വീക്ക് പോയിന്റ്സ് ഏതാണെന്ന് എനിക്ക് മനസ്സിലാക്കി. ഞാൻ ഓരോ എക്സാമിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ എൻ്റെ വീക്ക് പോയിന്റ്സ് ഒക്കെ നോക്കി അത് മനസ്സിലാക്കി അത് ഞാൻ സാറിനോട് പറയായിരുന്നു. സാർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാറ് കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്നോട് എനിക്ക് പറയാൻ പറ്റും. കാരണം അത്രയും ഒരു സമയത്ത് വല്ലാതെ ഡൗൺ ആയി പോയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അവിടുന്ന് എന്നെ ഒന്ന് കയറ്റി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ അത് ജസ്റ്റ് സാർ ആണത് ചെയ്തത്. പിന്നെ എല്ലാ സ്റ്റാഫ്സിനോടും എനിക്കിവിടെ ഭയങ്കര താങ്ക്സ് ഉണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചർ ആൻഫി മാം എത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഇവിടുത്തെ ഓരോ എക്സാംസ്, ബ്രില്യൻ്റ് എക്സാംസ് തന്നെ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഓരോ എക്സാംസിലും കൂടെ ഓരോ കറക്ഷൻസ് നോക്കി പോയി അങ്ങനെ കുറച്ചൊക്കെ ഇപ്പം നന്നായിട്ടൊന്നും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ടൊന്ന് May 5th നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.